ശ്രുതിയുടെ ഇളയച്ചനായിട്ട് വന്ന ബീരാനിലെയും കൂട്ടി സച്ചി ആവട്ടെ പുറത്തൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. ആടിൻ്റെ ശബ്ദം കേട്ട വശം തന്നെ ഇളയച്ചൻ്റെ യഥാർത്ഥ മുഖംമൂടി പുറത്തു വന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ സച്ചി കൂട്ടുകാരനോട് പറയാണ്, ഈ പുള്ളിക്കാരൻ്റെ യഥാർത്ഥ സ്വഭാവം ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, നീ ആ മദ്യം അങ്ങോട്ട് എടുത്തടാന്ന് പറയാണ്. അങ്ങനെ ബീരാൻ ഇളയച്ചൻ്റെ കയ്യിലേക്ക് ആ ഒരു മദ്യക്കുപ്പി അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ബീരാൻ ഒറ്റയടിക്ക് അത് വലിച്ചു കുടിക്കുകയാണ്. സച്ചിയുടെ ബോധം മൊത്തം പോവാണ് കേട്ടോ പുള്ളിക്കാരൻ്റെ കുടി കണ്ടിട്ട്. നേരെ ശ്രുതി എടുത്ത് എന്നിട്ട് ഇളയച്ചൻ ചോദിക്കുകയാണ്, മോനെ ശ്രുതി നീ മദ്യം കുടിക്കില്ലടാന്ന് ചോദിക്കുമ്പോൾ, അയ്യോ ഇല്ല ചെളച്ച, എനിക്ക് അങ്ങനത്തെ ശീലമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അയ്യ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും, ഇത് കുടിക്കടാ മോനെ എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് വായിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ശ്രുതി ആകെ മൊത്തം വാള് വെച്ച് അവിടെ തവിട് കൂടിയാക്കാണ്. പിന്നീട് നമ്മുടെ ഇളയച്ചൻ നേരെ ചെല്ലണത് നമ്മുടെ വീട്ടിലേക്കാണ്. അച്ഛമ്മയുടെ വീട്ടിൽ പോയിട്ട് നമ്മുടെ ശ്രുതിയുടെ റൂമിൽ കയറിയിട്ട് ശ്രുതിനെ കയറി പിടിക്കാൻ വേണ്ടി നോക്കണ സമയത്ത് ശ്രുതി ആവട്ടെ ഇളയച്ചൻ്റെ ചെവിക്കൽ നോക്കി രണ്ടടിയും കുടിച്ച് തള്ളി മാറ്റിയിട്ട് പറയണം, അവിടെ തൻ്റെ തനിക്കോണം ഇതാണല്ലോ, തൻ്റെ സ്വഭാവം ഇതാണല്ലേ, ഇങ്ങനെയാണെങ്കിൽ തന്നെ അധികം നേരം ഇവിടെ വെച്ചേക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഭീഷണി കൊടുത്തിട്ട് ശ്രുതി അങ്ങോട്ട് ഇറങ്ങി പോകാൻ കേട്ടോ സുഹൃത്തുക്കളെ. താമസിക്കാണ്ട് തന്നെ നമ്മുടെ സച്ചി ഇളയച്ചൻ്റെ മുഖംപൊടി വലിച്ചു കീറും, ശ്രുതിയുടെ യഥാർത്ഥ മുഖംപൊടിയും പുറത്തേക്ക് കൊണ്ടുവരും.